ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ബാങ്കിന് നമ്മൾ കൊടുക്കുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടിൻ്റെ എസ്റ്റിമേറ്റ് അല്ലെങ്കിൽ നമ്മൾ വീടിന് മുടക്കുന്ന തുകയുമായിട്ട് വളരെയധികം വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ചെറിയ പ്രശ്നത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എക്സാമ്പിളായിട്ട് ഒരു 1000 സ്ക്വയർ ഫീറ്റുള്ള ഒരു വീട് പണിയാൻ ഉദ്ദേശിക്കുമ്പോൾ നമ്മൾ എഞ്ചിനീയറെ കൊണ്ട് ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കിക്കുകയാണ്. എന്നിട്ട് നമ്മൾ പറയും അധികം കൂട്ടിയൊന്നും ഇടണ്ട, നമുക്ക് കുറച്ച് എസ്റ്റിമേറ്റ് ഇട്ട് തന്നാൽ മതി. കാര്യം സാധാരണഗതിയിൽ ഒരു എസ്റ്റിമേറ്റ് ഇടുമ്പോഴത്തേക്ക് സാധാരണ ഒരു വീടിൻ്റെ യഥാർത്ഥ എസ്റ്റിമേറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് അധികം കാര്യങ്ങളൊന്നും പറയാതെ തന്നെ ആ എസ്റ്റിമേറ്റിനെ അവർ ക്ലിയറായിട്ട് നമുക്ക് ലോണിലേക്ക് മാറ്റിത്തരും. എന്നാൽ ചില ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ്റ്റിമേറ്റ് കൂടിയാൽ എന്തോ പ്രശ്നമുണ്ടെന്നുള്ളത് വിചാരിച്ചിട്ട് അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയറെ കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ സൂപ്പർവൈസറെ കൊണ്ടോ അതിൻ്റെ എസ്റ്റിമേറ്റ് കുറച്ച് കാണിക്കും. ഇപ്പോൾ സാധാരണ 1000 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടിന് ഒരു 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു എസ്റ്റിമേറ്റ് ആക്കി തന്നാൽ മതി, എനിക്കൊരു 10 ലക്ഷം രൂപ എടുത്താൽ മതി, അല്ലെങ്കിൽ എനിക്കൊരു 9 ലക്ഷം രൂപ എടുത്താൽ മതി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെ സംഭവിക്കുമ്പോഴുണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എഞ്ചിനീയർമാർക്ക് സാധാരണഗതിയിൽ അവർക്ക് അറിയാം, അല്ലെങ്കിൽ ബാങ്കിനകത്ത് ബാങ്കിൻ്റേതായ ഒരു എഞ്ചിനീയറുണ്ട്, അദ്ദേഹത്തിന് അറിയാം ഈ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് കുറവാണ്, ഇപ്പോഴുള്ള വിലയുടെ അനുസരിച്ച് ഈ എസ്റ്റിമേറ്റ് കൊണ്ടൊരു വർക്ക് തീർക്കാൻ പറ്റില്ല എന്നവർക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എസ്റ്റിമേറ്റ് ചെയ്യിക്കുമ്പോൾ നോർമലായിട്ട് ഇപ്പോഴുള്ള എസ്റ്റിമേറ്റ് എത്രയാണോ, ഇപ്പോഴുള്ള വാല്യൂ എത്രയാണോ അതിനനുസരിച്ചിട്ട് വേണം എസ്റ്റിമേറ്റ് ചെയ്യിക്കാനായിട്ട്. നമ്മൾ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റ് ഉണ്ടാക്കി നമ്മൾ ബാങ്കിന് സമർപ്പിക്കുമ്പോഴത്തേക്ക് ബാങ്കിൻ്റെ എഞ്ചിനീയർ പറയും ഇത് പറ്റത്തില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു എസ്റ്റിമേറ്റിന് ഈ വർക്ക് തീരില്ല, അപ്പോൾ നിങ്ങൾക്ക് ഈ എസ്റ്റിമേറ്റ് മാറ്റിയിട്ട് പുതിയൊരു എസ്റ്റിമേറ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര വാല്യൂവിൻ്റെ ഒരു എസ്റ്റിമേറ്റ് കൊണ്ടുവരണം എന്നവർ കൃത്യമായിട്ട് പറയും. ഇതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അറിയാം, അല്ലെങ്കിൽ അവർക്ക് ചില പ്രോബ്ലംസ് ചിലപ്പോൾ ആ ബാങ്കിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. നമ്മൾ ആക്ച്വൽ ഒരു എസ്റ്റിമേറ്റ് കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കത് പ്രയോജനം മാത്രമേ ചെയ്യുള്ളൂ. നമ്മൾ എത്ര രൂപയുടെ ഒരു 30 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് നമ്മൾ കാണിക്കുകയാണെങ്കിൽ പോലും നമുക്ക് ബാങ്ക് എത്ര രൂപ തരണം എന്ന് നമ്മൾ പറയുന്ന എമൗണ്ട് മാത്രമേ അവർ തരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ എസ്റ്റിമേറ്റ് കാണിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ബാങ്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ ഒരു വഴിയുമില്ല. ഇപ്പോൾ നമ്മൾ 30 ലക്ഷം രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് കൊടുത്തു, നമ്മൾ ആദ്യം ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ മാത്രമേ എടുത്തുള്ളൂ എങ്കിൽ നമുക്കതിന് മാത്രമുള്ള പലിശയും കാര്യങ്ങളും മാത്രമേ വരുള്ളൂ. അപ്പോൾ നമ്മളങ്ങനെ എടുത്തു കഴിയുമ്പോഴത്തേക്ക് കുറച്ച് നാൾ അല്ലെങ്കിൽ നമ്മുടെ വീട് പണി തീരാറാകുമ്പോഴത്തേക്ക് നമുക്കൊരു 2-3 ലക്ഷം രൂപ കൂടെ ആവശ്യം വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സമയത്ത് ബാങ്കിനോട് നമുക്ക് പറയാം നമുക്ക് കുറച്ച് പൈസയുടെ കൂടെ ആവശ്യമുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് ഹൈക്ക് ചെയ്ത് തരാനായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റും. എന്നാലും നമ്മൾ എസ്റ്റിമേറ്റ് കുറച്ച് കാണിച്ചിട്ട് നമ്മൾ അതിനെ വെച്ച് വർക്ക് ചെയ്ത് അവസാനം എത്തുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ പൈസ ക്ലിയർ ആകാതെ വരിക, അല്ലെങ്കിൽ നമുക്ക് 2-3 ലക്ഷം രൂപയുടെ ആവശ്യം വരികയും ചെയ്തു കഴിഞ്ഞാൽ ബാങ്കിനെ നമ്മൾ സമീപിക്കുമ്പോൾ അവർ പറയും നിങ്ങൾ തന്നിരിക്കുന്ന എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് ടോട്ടൽ കോസ്റ്റ് ഇത്രേ വരത്തുള്ളൂ എന്ന് പറഞ്ഞാണ് നിങ്ങൾ വർക്ക് തന്നിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഡീറ്റെയിൽസ് തന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിനി ചിലപ്പോൾ ഹൈക്ക് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ഇല്ല എന്ന് ബാങ്ക് പറയാൻ ചിലപ്പോൾ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എസ്റ്റിമേറ്റ് മാക്സിമം കാണിക്കാവുന്നത് കാണിക്കുക, പക്ഷേ നമുക്ക് എടുക്കേണ്ട എമൗണ്ട് എത്രയാണോ അത്രയും മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഇതിന് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല. രണ്ടാമത് നമ്മൾ എസ്റ്റിമേറ്റ് ഹൈക്ക് ചെയ്യുകയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യത്തിന് ചെല്ലുമ്പോൾ ബാങ്ക് ചില കണ്ടീഷൻസിൽ സമ്മതിക്കാതിരിക്കും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് ആദ്യം തന്നെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ എന്നൊക്കെ ചിലപ്പോൾ ചോദ്യം വരുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ചെയ്യാത്തത്. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നതുവരെ ഏവർക്കും നമസ്കാരം.